സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ലെക്ചർ. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, ഇക്കണോമിക്സ് അഥവാ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞ പാർട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ സിലബസിനായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ലെക്ചറാണ്. ഇൻട്രൊഡക്ഷൻ ആൻഡ് ബേസിക്സ് ഓഫ് ഇക്കോണമി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡിഫറൻസ് പറഞ്ഞുതരാം. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഇക്കണോമിക്സ്, ഇത് രണ്ടാണ്. എന്താണ് റിയാലിറ്റി? നിങ്ങൾ ജനറൽ അവയർനെസ് പാർട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിലബസ് എന്താ? സിലബസ് ഹിസ്റ്ററി, ജിയോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ് അഥവാ ഇന്ത്യൻ ഇക്കോണമി. ബേസിക്കലി ഇക്കണോമിക്സ് എന്ന് വെച്ചാലും ഇന്ത്യൻ ഇക്കോണമി എന്ന് വെച്ചാലും സെയിം സബ്ജക്റ്റാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇക്കണോമിക്സ് എന്ന് ഡയറക്റ്റ്ലി പറയുന്നു, ചില ആൾക്കാർ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നു. ഇക്കണോമിക്സ് എന്ന് വെച്ചാൽ ബേസിക്കലി തിയറിയാണ്. ഓക്കെ, ഇത് മെയിൻലി തിയറിയാണ്. എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് ഡിഫ്ലേഷൻ? ഇപ്പോൾ ഇമാജിൻ നമ്മുടെ ടൊമാറ്റോയുടെ പ്രൈസ് ഒറ്റയടിക്ക് 12 റുപ്പീസ് നിന്ന് 180 റുപ്പീസ് ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. തക്കാളി ടൊമാറ്റോയുടെ പ്രൈസ്, അതിനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയും. പ്രൈസ് ഹൈക്കാണ് ഇൻഫ്ലേഷൻ. പക്ഷേ അതിനെ പ്രാക്ടിക്കലി നമ്മൾ നമ്മുടെ ലൈഫിൽ ഏതൊക്കെ പോയിന്റിലാണ് നമ്മളത് കണ്ടുവരുന്നത്? ഫോർ എക്സാമ്പിൾ, നാട്ടിലെ ആൾക്കാർ ഇപ്പോൾ ഷോറൂമിൽ പോയിട്ട് നല്ലോണം വണ്ടി വാങ്ങുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിനോട് പറയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൂട്ടുവാണെന്നുള്ളത്. RBI ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുന്നതും. ഇൻഫ്ലേഷൻ്റെ സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുന്നതും. ആൾക്കാർ ഇപ്പോൾ ഷോറൂമിൽ അങ്ങനെ പോകുന്നില്ല, വണ്ടികളൊന്നും വാങ്ങുന്നില്ല എന്നാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ആൾക്കാർ അതിലേക്ക് ലോൺ കൂടുതലെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്കാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുന്നതും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതും അക്കോർഡിംഗ് ടു ഇൻഫ്ലേഷൻ. സോ ഇങ്ങനെയുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ഇവിടെ നോക്കുന്നുണ്ട്. ഈ ഒരു സബ്ജക്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് തിയറി കാണാപ്പാടം പഠിച്ച് പോവല്ല ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇക്കണോമിക്സ് എന്ന് വെച്ചാലും ഇന്ത്യൻ ഇക്കോണമി എന്ന് വെച്ചാൽ സെയിം സബ്ജക്റ്റാണ്. ചില ആൾക്കാർ ഇക്കണോമിക്സ് എന്ന് പറയുന്നു, ചില ആൾക്കാർ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നു. അതാണ് ആകെയുള്ള ഡിഫറൻസ്. അതുകൊണ്ട് നിങ്ങളിതിന് മുമ്പോട്ടേക്ക് ഏതെങ്കിലും യൂട്യൂബ് ലെക്ചറിൽ കാണുമ്പോൾ ഇക്കണോമിക്സ് എന്ന് കാണുന്നു, ചില സ്ഥലത്ത് ഇന്ത്യൻ ഇക്കോണമി എന്ന് കാണുന്നു. രണ്ടാണോ എന്ന് ആലോചിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. അടുത്തത് സിലബസ് റോഡ് മാപ്പ്. വി ആർ സ്റ്റാർട്ടിങ് എ കോംപ്രഹെൻസീവ് 50 ടോപ്പിക് സീരീസ്. ആക്ച്വലി ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഞാൻ മാക്സിമം സമ്മറൈസ് ചെയ്ത് തന്നതാണ്. നമുക്കൊരു 50 ടോപ്പിക്സോളം പഠിക്കാനുണ്ട്. വി വിൽ ബിഗിൻ വിത്ത് ദ ബേസിക്സ് ഓഫ് ഇക്കോണമി ആൻഡ് മൂവ് ത്രൂ നാഷണൽ ഇൻകം, ബാങ്കിങ്, ഫിസിക്കൽ പോളിസി ആൻഡ് ഇൻഫ്ലേഷൻ. ലേറ്റർ വി വിൽ കവർ ദി എക്സ്റ്റേണൽ സെക്ടർ, അഗ്രികൾച്ചർ, പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദി ചാലഞ്ചസ് ഇന്ത്യ ഫേസസ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇക്കോണമി എന്നാണ്. ശേഷം നമ്മൾ ദ കോൺസെപ്റ്റ് ഓഫ് GDP, GNP, നാഷണൽ ഇൻകം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് പഠിച്ചുവാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈവൻ ബാങ്കിങ് എക്സാമിനടക്കം അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. ഫിസിക്കൽ പോളിസി, പബ്ലിക് ഡെപ്റ്റ്, ഇൻഫ്ലേഷൻ നമ്മളിപ്പോൾ സംസാരിച്ചു, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫോറിൻ ട്രേഡ്, എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്, കൺവെർട്ടിബിലിറ്റി ഓഫ് കറൻസി, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് എന്നിങ്ങനെ നമുക്ക് കുറച്ചധികം ടോപ്പിക്സ് ഗോ ത്രൂ ചെയ്യാനായിട്ടുണ്ട്. സോ to get the most out of these lectures, you should cover your NCERT books first. NCERT books പ്രോപ്പറായിട്ട് കവർ ചെയ്തു എന്നാണെങ്കിൽ ഈ ലെക്ചേഴ്സ് നിങ്ങൾക്ക് അത് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാനൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഒരു ടെലിഗ്രാം ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ NCERTയിൽ ആവശ്യമുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വായിച്ചു എന്നാണെങ്കിലും ഓക്കെയാണ്. ടു ആക്സസ് ദീസ് കണ്ടൻറ്റ് ഞാനിതൊരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ജോയിൻ ചെയ്യുക. ഫോളോ ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് ലൈക്ക് ദി ഹിന്ദു ഓർ ദി ഇന്ത്യൻ എക്സ്പ്രസ്. ഒന്നിക്കൽ ദ ഹിന്ദു അല്ലെങ്കിൽ ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പേഴ്സ് ഗോ ത്രൂ ചെയ്തിരിക്കുക. ഡൽഹി എഡിഷൻ തന്നെ ഗോ ത്രൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെയും ന്യൂസ് പേപ്പർ അനാലിസിസിൻ്റെ ക്ലാസ്സും നോട്ട്സും ഞാൻ കമ്മ്യൂണിറ്റി ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓൾവേസ് റിവൈസ് ദ പ്രീവിയസ് ക്ലാസ് ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ വൺ. ഇന്നലെ പഠിച്ച എന്താണെന്ന് അറിയാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ലെക്ചർ നമ്പർ 1. അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഈ ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് ഇത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. പ്ലസ് ഈ നോട്ട്സ് ഞാൻ ടെലിഗ്രാം വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് തരാം. സോ വാട്ട് ഈസ് ഇക്കണോമിക്സ്? Economics is the study of how people, business, nation deal with resource like land, labor, capital and entrepreneurs. It mainly focuses on the optimal utilization of these resources in an efficient way. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റിസോഴ്സസ് ഏതൊക്കെയാണ്? ആരെങ്കിലും ചോദിച്ചാൽ അറിയാണ്ട് മുകളിലോട്ട് നോക്കിയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത്. ഒരു രാജ്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റിസോഴ്സസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രിനർ ആണ്. എന്തുകൊണ്ടാണ്? ഫോർ എക്സാമ്പിൾ, ഒരു ഓൺട്രപ്രിനർ എന്ത് ചെയ്യുന്നു? ലാൻഡ് റെൻറ്റിനെടുക്കുന്നു അല്ലെങ്കിൽ വാങ്ങുന്നു. എന്നിട്ട് അദ്ദേഹം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓൺട്രപ്രിനർ ലാൻഡ് വാങ്ങി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 15 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ലേബേഴ്സിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു.
ഓക്കെ, അതിൻ്റെ പ്രോഫിറ്റ് പോകുന്നത് ഇതേ ഓൺട്രപ്രനോറുടെ കയ്യിലേക്ക് തന്നെയാണ്. ഒരു ഓൺട്രപ്രനോർ ലാൻഡ് വാങ്ങിയതിന് ശേഷം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ലേബേഴ്സിനെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 7 lakhോളം പെർ മന്ത് ആ ഒരു ഹോട്ടലിൽ നിന്ന് അദ്ദേഹം റവന്യൂ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ GDPയിൽ ആ ഒരു ഉയർച്ച എന്തായാലും ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ GDPയും നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. സോ നമ്മുടെ ഇക്കോണമി ഗ്രോ ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ GDP എന്ന് വെച്ചാൽ എന്താ, ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. നമുക്കത് മുമ്പോട്ടേക്ക് അപ്കമിങ് ലെക്ചേഴ്സിൽ നോക്കാനുണ്ട് GDP എന്താണെന്നുള്ളത്. സ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു രാജ്യത്തിൻ്റെ ബൗണ്ടറി, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ബൗണ്ടറിയാണിത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും പ്രൊഡക്റ്റും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുമാണ് GDPയിൽ കയറുക. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലൊരു ബാറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് ഫാക്ടറി ഉള്ളത്. ഫാക്ടറിയുടെ പേര് ABC ഫാക്ടറി. ഓക്കെ, നമ്മുടെ GDP എപ്പോഴും നമ്മൾ നോമിനൽ മെത്തഡിലാണ് നോക്കുക. ഇതൊക്കെ മുമ്പോട്ട് ഞാൻ പറഞ്ഞുതരും. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. ആ ഒരു ബാറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്ന് ഒരു 1000 ബാറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. മൾട്ടിപ്ലൈഡ് ബൈ ഒരു ബാറ്റിൻ്റെ പ്രൈസ് 1000 ആണ്. അങ്ങനെയാകുമ്പോൾ 10 lakh ആണ് അവിടെ നിന്ന് GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. 10 lakh ആണ്. ഇതിനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ, പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം ബാറ്റ് ഒരു പ്രൊഡക്റ്റാണല്ലോ അവിടെ നിർമ്മിക്കുന്നത്. സർവീസ് എന്ന് വെച്ചാൽ എന്താ, ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. ദ സെയിം മെത്തഡാണ് ഞാനിപ്പോൾ ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോം നടത്തുന്നുണ്ടെന്ന് വിചാരിച്ചോ. ക്വാണ്ടിറ്റി ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, പ്രൈസ് ഇപ്പോൾ ഇമാജിൻ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു 1 lakh ആണ് ഒരു കുട്ടി ഫീസായിട്ട് പേ ചെയ്യുന്നത് വിചാരിച്ചോ. ആ 1 crore അതേപോലെ തന്നെ നമ്മുടെ GDPക്കകത്തേക്ക് കയറും. ഇങ്ങനെയാണ് സർവീസ് കയറുന്നത്, ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് കയറുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എത്ര ബാറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറീസ് ഉണ്ട്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, പവർ ബാങ്ക്, ചെയർ, ടേബിൾ, ഡെസ്ക്, ബെഞ്ച്, ബുക്സ്, എന്തൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന എത്ര ഫാക്ടറീസ് ഉണ്ട്, എത്ര സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഈ അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേ എന്നൊക്കെ പറയുന്നത് സർവീസ് പ്രൊവൈഡേഴ്സാണ്. ഇങ്ങനെ എത്ര സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ കൂടി നമ്മുടെ GDP എന്ന് പറയുന്നത് $4.1 trillion ആണ്. 4.1 trillion ഇക്കോണമിയാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. മില്യണും കഴിഞ്ഞ് ബില്യണും കഴിഞ്ഞ് ട്രില്യൺ, $4.1 trillion സോ GDP വൈസ് നോക്കുമ്പോൾ US ആണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. സെക്കൻഡ് പൊസിഷനിലുള്ളത് ചൈനയാണ്. തേർഡ് പൊസിഷനിലുള്ളത് ജർമ്മനിയാണ്. ആൻഡ് ഫോർത്ത് പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യം 5th പൊസിഷനിലായിരുന്നു. ചൈന ഇന്ത്യ നേരത്തെ 5th പൊസിഷനിലായിരുന്നു. ജപ്പാൻ 3rd പൊസിഷനിലായിരുന്നു. ജർമ്മനി 4th പൊസിഷനിലായിരുന്നു. ഇപ്പോൾ ജർമ്മനി 3rd ഇന്ത്യ 4th വന്നിട്ടുണ്ട്. ജപ്പാനെ നമ്മൾ പിന്തള്ളിയിട്ടുണ്ട്. ഇനി യഥാർത്ഥ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, 2 സെക്ടേഴ്സ് ഉണ്ട്, ഫോർമൽ സെക്ടേഴ്സ് ആൻഡ് ഇൻഫോർമൽ സെക്ടേഴ്സ്. ഈ ഫോർമൽ സെക്ടർ എന്ന് വെച്ചാൽ, ഇമാജിൻ നിങ്ങൾ മെക്ഡൊണാൾഡിൽ പോയി ഒരു ബർഗർ കഴിച്ചു. 120 rupees ആണ് ആ ബർഗറിനായത്. അത് കൃത്യമായിട്ട് അവർ ബില്ല് തരും, GDP കയറും. ഇൻഫോർമൽ എന്ന് വെച്ചാൽ എന്താ, നിങ്ങളിപ്പോൾ ഒരു പാനിപൂരി കഴിച്ചു എന്ന് വിചാരിച്ചോ. മൊത്തൊരു 80 rupees ആയി. ഇത് നമ്മുടെ GDPയിൽ അങ്ങനെ അത്ര പെട്ടെന്ന് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ക്യാഷ് ആയിട്ടാണ് കൊടുത്തെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ട്രാക്ക് ചെയ്യാൻ. ഗൂഗിൾ പേ ആണ് ചെയ്തതാണെങ്കിൽ പിന്നെയും അപ് ടു എൻ എക്സ്റ്റെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് അതിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയാം. പക്ഷേ നിങ്ങൾ കയ്യിലാണ് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഇൻഫോർമൽ സെക്ടേഴ്സാണ് ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ സെക്ടേഴ്സ് ഇൻഫോർമലാണ്. ഫോർമലിനേക്കാൾ ഇന്ത്യയിലുള്ളത് ഇൻഫോർമലാണ്. US ഓൾമോസ്റ്റ് എല്ലാം ഫോർമലാണ്. ചൈനയിലുള്ള ഓൾമോസ്റ്റ് എല്ലാം ഫോർമലാണ്. ഇവർ രണ്ടുപേരും ഇൻകം മെത്തഡിലൂടെ തന്നെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഫോർമലാണ്. ജർമ്മനി ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം, അത് ഡെവലപ്ഡ് ആണ്, ഫോർമലാണ്. ഇന്ത്യ ഡെവലപ്ഡ് അല്ല. ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ US ഡെവലപ്ഡാണ്, ചൈന ഡെവലപ്ഡാണ്, ജർമ്മനി ഡെവലപ്ഡാണ്. ഇന്ത്യ ഡെവലപ്ഡ് അല്ല. ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഓൾറെഡി ഡെവലപ്പായ കൺട്രിയല്ല, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്, ഡെവലപ്പിംഗ് കൺട്രിയാണ്. സോ ഇന്ത്യയുടെ പ്രശ്നം എന്താ വെച്ചാൽ ഫോർമൽ സെക്ടർ കുറവും ഇൻഫോർമൽ സെക്ടർ കൂടുതലുമാണ്. അപ്പോൾ ഈ ഇൻഫോർമൽ സെക്ടറിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഫോർമൽ സെക്ടറിനെ കൂട്ടിയെന്നാണെങ്കിൽ തന്നെ നമ്മുടെ GDP നമുക്ക് അപ് ടു എൻ എക്സ്റ്റെൻറ്റ് റൈസ് ചെയ്യാൻ പറ്റും. ഒരു 2030 ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എത്രയാ 4.1 trillion നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. 4.1 trillion ഞാൻ ഇവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കി എനിവേ നമ്മളിപ്പോൾ 2025 4.1 trillion നിൽക്കുന്നത്. 2030 ആകുമ്പോഴത്തേക്ക് നമുക്കത് 7 trillion എത്തി. ജർമ്മനിയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യക്ക് 3rd പൊസിഷനിലേക്ക് എത്താൻ പറ്റും നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഈസ് കറക്റ്റാണ്. നമുക്ക് ആ ഇൻഫോർമലൊന്ന് മാറ്റി ഫോർമലാക്കി കഴിഞ്ഞു എന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് GDPയുടെ ഒരു കുഞ്ഞു ഐഡിയ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഓക്കെ, സോ വെൻ വി ടോക്ക് അബൌട്ട് ദി ഇക്കോണമി we are referring to the practical implementation of these theories. For example, Indian economy, US economy, the experts who study these resource distributions are called as economists. Economy എന്ന് വെച്ചാൽ
നമ്മൾ ഇക്കണോമിക്സിൽ എന്ത് നോക്കുന്നു? നമ്മൾ ഇൻഫ്ലേഷൻ എന്താണ് നമ്മൾ നോക്കുന്നുണ്ട്. ഇക്കോണമിയിൽ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുവരുന്ന കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ബാങ്കിലേക്ക് എല്ലാവരും പോകുന്നുണ്ട്. ഇപ്പോൾ ഇമാജിൻ ബാങ്കിലേക്ക് കുറേ ആൾക്കാർ പോകുന്നു, കാറ് വാങ്ങാനായിട്ട് കുറേ ആൾക്കാർ പോകുന്നു വിചാരിച്ചോ. കാറിൻ്റെ ഡിമാൻഡ് നല്ല രീതിയിൽ കൂടി. ഈ ഡിമാൻഡ് കൂടുമ്പോൾ ഷോറൂം ഓണേഴ്സ് ചെയ്യുന്ന ചെറിയൊരു കാര്യമാണ്, ആ കാറിൻ്റെ വില ഒരു 9,80,000 രൂപയാണെങ്കിൽ അവരതിന് നേരെ 10,20,000 രൂപയാക്കും. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് ആൾക്കാർ ഷോറൂമുകാർ കൂട്ടും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ്ലി അത് ജനങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, അവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് RBI എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ്. അവരാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടക്കം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്, റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് ബാങ്കിനോട് പറയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൂട്ടുവാണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു 7% ആയിരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു 14% കൂട്ടും. ഓക്കെ, 14% കൂട്ടും. ഡബിളാണ് ഇൻട്രസ്റ്റ്, നേരത്തെ ഉള്ളതിന് ഡബിൾ വരുന്ന സമയത്ത് ആൾക്കാർ വാങ്ങാണ്ടാവും. ഇമാജിൻ 2 ലക്ഷം ലോൺ എടുത്ത് 2,85,000 രൂപ തിരിച്ചടക്കണം എന്ന് വെച്ചാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച്. 2 ലക്ഷം ലോൺ 2,85,000 തിരിച്ചടക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാറ് വാങ്ങുമോ? ഇല്ല. ആൾക്കാർ ബൈക്ക് വാങ്ങുമോ? ഇല്ല. ആൾക്കാർ പറയും ഓക്കെ 2 ലക്ഷത്തിന് ലോൺ 2,85,000 തിരിച്ചടക്കണമെങ്കിൽ എനിക്ക് ഈ ലോൺ വേണ്ടാന്ന് ആൾക്കാർ പറയും. ആ സമയത്ത് ഇൻഡയറക്റ്റ്ലി ഡിമാൻഡ് കുറയും. കാരണം ആൾക്കാർ ലോൺ എടുക്കാണ്ടാവുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ ആൾക്കാർ ലോൺ എടുക്കാണ്ടാവും. ലോൺ എടുക്കാണ്ടാവാതിരിക്കുമ്പോൾ കാറ് ആൾക്കാർ അങ്ങനെ വാങ്ങില്ല. ഡിമാൻഡ് കുറയുമ്പോൾ ഈ ഷോറൂം ഓണേഴ്സ് എന്ത് ചെയ്തോളും, ആ 10,20,000 എങ്ങനെ ആക്കിയോ അതിന് തിരിച്ചാവും 9,80,000 അവർ തിരിച്ചെത്തിച്ചോളും. കാരണം ഇൻഫ്ലേഷൻ സംഭവിച്ചതാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നേരെ ഡബിൾ ആക്കും. ആ സമയത്ത് ആൾക്കാർ വാങ്ങുന്നത് കുറയും, ഡിമാൻഡ് കുറയുമ്പോൾ ഷോറൂം ഓണേഴ്സ് അതിൻ്റെ പ്രൈസ് കുറച്ചോളും. ഇതിങ്ങനെ സ്റ്റേബിൾ ആയിന്ന് കണ്ട് ഉറപ്പ് വന്നാൽ RBI എന്ത് ചെയ്യും, ഈ 14% ആക്കിയതിനെ തിരിച്ചൊരു 8% പതുക്കെ എത്തിക്കും. സോ ഇൻഡയറക്റ്റ്ലി ജനങ്ങളെ ഷോറൂമുകാർ പറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് RBI ഇങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകുന്നുള്ളത്. ഇതൊരു കുഞ്ഞ് പാർട്ടായിരുന്നു. ഇക്കണോമിക്സ് എന്താണ്, ഇക്കോണമി എന്താണെന്നുള്ളൊരു കുഞ്ഞ് പാർട്ടായിരുന്നു ഇത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്തിലേക്ക് പോകും, നമ്മൾ ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ഇക്കോണമി തുടങ്ങിയിട്ടുള്ള പാർട്ടിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പോകും. അല്ലെങ്കിൽ വേണ്ട, ഇന്നത്തെ ക്ലാസ് തന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. വെറുതെ എന്തിനാണ് അടുത്ത ക്ലാസ്സിലേക്ക് കാത്തിരിക്കുന്നത്. ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സിന് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൈക്രോ ഇക്കണോമിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ടേസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്. എനിക്കൊരാൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഒരാളുടെ ഒപ്പീനിയനാണ് മൈക്രോ ഇക്കണോമിക്സ്. നമുക്കിത് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനില്ല. കാരണം നമുക്ക് മൈക്രോ ഇക്കണോമിക്സ് ഒരാളുടെ ഒരു വ്യക്തിയുടെ പ്രിഫറൻസ് നമുക്കിവിടെ പഠിക്കാനില്ലല്ലോ. ഇല്ല, നമുക്ക് ഈ എക്സാമിന് പഠിക്കാനുള്ളത് മൊത്തം മാക്രോ ഇക്കണോമിക്സ് പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് മാക്രോ ഇക്കണോമിക്സ് പാർട്ട് പഠിക്കാനുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? മാക്രോ ഇക്കണോമിക്സ് വെച്ചാൽ സ്റ്റഡി ഓഫ് സൊസൈറ്റി ഓർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ഓൾ. ഇത് ഗ്രൂപ്പ് സ്റ്റഡിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഗ്രൂപ്പ് സ്റ്റഡി തന്നെയാണ്. ബിഹേവിയറൽ ഇക്കണോമിക്സ് വെച്ചാൽ ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് ഇമ്പാക്ടിങ് ദ ഡിസിഷൻ ഓർ ഡിമാൻഡ് ഫോർ എ ഗുഡ്. സച്ചിൻ ടെണ്ടുൽക്കറിന് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു റിബ് പ്രൊട്ടക്റ്റിംഗ് ഗാർഡ് വേണമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിസിഷനാണ് ഒരു പ്രൊഡക്റ്റിനായിട്ടുള്ള ഡിമാൻഡ് അവിടെ വരുന്നത്. അതാണ് ബിഹേവിയറൽ ഇക്കണോമിക്സ്. നമുക്ക് ബിഹേവിയറൽ ഇക്കണോമിക്സ് നോട്ട് അറ്റ് ഓൾ പഠിക്കാനില്ല. GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് വിത്തിൻ ദി ബൗണ്ടറി ഓഫ് എ കൺട്രി ആൻഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹു മെയ്ഡ് ഇറ്റ് ബട്ട് ഇറ്റ് ഹാസ് ടു ബി വിത്തിൻ ദി ബൗണ്ടറി. GDP വെച്ച് ഞാൻ പറഞ്ഞെന്താ, ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അഥവാ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസാണ് GDPയിൽ കയറുക. അതാര് നിർമ്മിച്ചു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. ഇന്ത്യൻ കമ്പനി നിർമ്മിച്ചാലും ഫോറിൻ കമ്പനി നിർമ്മിച്ചാലും GDP കയറും. ഒറ്റൊരു കാര്യം മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അത് രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് ഇൻസൈഡ് ദി ബൗണ്ടറി ആയിരിക്കണം എന്നുള്ള ഒറ്റൊരു റൂള് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിവോ എന്ന് പറയുന്നത് മൊബൈൽ ഫോണൊക്കെ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യക്കകത്ത് വിവോ വന്നിട്ടൊരു ഫാക്ടറി ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. എഗെയിൻ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. അവർ ഒരു 100 മൊബൈൽ ഫോണ് നിർമ്മിച്ചു. ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1 lakh ആണെന്ന് വിചാരിച്ചോ. 1 crore ആണ് അവിടെ നിന്ന് ഡയറക്റ്റ്ലി നമ്മുടെ GDPയിൽ കയറാം. വിവോ എന്ന് പറയുന്നൊരു ഫോറിൻ കമ്പനിയാണല്ലോ. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം ടാറ്റ എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ ഭയങ്കര കോംപ്ലക്സിലേക്ക് പോകുന്നില്ല. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് നിങ്ങൾക്കറിയാം. ഒരു 100 ക്വാണ്ടിറ്റി കാർ നിർമ്മിച്ചു. ഒരു കാറിൻ്റെ പ്രൈസ് 10 lakh ആണെന്നാണെങ്കിൽ
ആ 10 crore എന്ത് ചെയ്യും ജി ഡി പിയിൽ അപ്പോഴും കൗണ്ട് ചെയ്യും. ഇത് പുറത്തുള്ളൊരു ഫോറിൻ കമ്പനി വന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്നോ ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ നിർമ്മിക്കുന്നു ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് നിർമ്മിക്കുന്ന പ്രൊഡക്റ്റും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും ജി ഡി പിയിൽ കയറും. എല്ലാം ജി ഡി പി കയറും. ഫോർമൽ സെക്ടർ ആണെങ്കിൽ ജി ഡി പി കൗണ്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. ഇൻഫോർമൽ സെക്ടർ ആണെങ്കിൽ അത് ജി ഡി പി കൗണ്ട് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ ജി ഡി പി എന്ന് വെച്ചാൽ എന്താ? ജി ഡി പി മീൻസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് means a total amount of goods and services made within the boundary of the country. Total amount of goods and services made within the boundary of the country, and it doesn't matter who made it. ആര് നിർമ്മിച്ചുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. it has to be within the boundary, that's all. in ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ MOSP ആണ് ജി ഡി പി ക്വാർട്ടർലി കൗണ്ട് ചെയ്യുന്നത്. ആരാണ് ഇന്ത്യയിൽ ജി ഡി പി കൗണ്ട് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അവരുടെ അണ്ടറിൽ വരുന്നൊരു ഓഫീസ് ഉണ്ട്, NSO എന്ന ഓഫീസിനെ പറയുക, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ്. ഇവർ രണ്ടുപേരുമാണ് ജി ഡി പി കൗണ്ട് ചെയ്യുന്നത്. ഒരു MCQ വന്ന് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP മീൻസ് ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ബൈ ദി നാഷണൽസ് ഓർ സിറ്റിസൺ എനിവെയർ ഓൺ ദി ഗ്ലോബ്. സോ ജി ഡി പി എന്ന് വെച്ചൊരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും. ഇനി GNP എന്ന് വെച്ചാൽ എന്താ? ഇത് ജി ഡി പി ആണ്. ഓക്കെ, GNP എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്ത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഏതെങ്കിലും ഏഷ്യൻ കൺട്രി, ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി, ആഫ്രിക്ക, നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തുള്ള കൺട്രീസിൽ പോയിട്ട് ഇന്ത്യൻസ് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ അത് GNPയിൽ കയറും. ഫോർ എക്സാമ്പിൾ നമ്മുടെ രതൻ ടാറ്റ സെൻ്റർ, ടാറ്റ മഹീന്ദ്ര ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നത്. ഇവരൊക്കെ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ കാറൊക്കെ നിർമ്മിക്കുന്നതാണെങ്കിൽ അതൊക്കെ GNPയിലാണ് കയറുക. ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ബൈ ദ നാഷണൽസ്. ഇവിടുത്തെ ആൾക്കാർ ഓർ എ സിറ്റിസൺ ഓഫ് എ കൺട്രി എനിവെയർ ഓൺ ദി ഗ്ലോബ്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ബേസിക്സ് ഓഫ് ഇക്കോണമി. നമുക്കിവിടെ വെച്ച് ഈ ഒരു ലെക്ചർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ആർ ഫ്രീ ടു ആസ്ക് എനി ടൈം. എന്ത് ഡൗട്ട്സിനും എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ അഡ്മിൻ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ യാ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് എ ലോട്ട്.